കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ അത്ഭുത കഥകൾ, അതായത് ഭഗവാന്റെ എല്ലാം അത്ഭുതങ്ങളാണ്. അത് ഓരോ ഭക്തരിൽ നിന്ന് കേൾക്കുമ്പോൾ അതൊരു പ്രത്യേകത തന്നെയാണ്. അവരവരുടെ അനുഭവങ്ങളും ഭഗവാൻ ആരിൽ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചു എന്ന് നമുക്ക് അതിശയം തോന്നിപ്പോവും. ആ ഭക്തരുടെ അഭിപ്രായങ്ങളും അതുപോലെ ഭക്തർ സംസാരിക്കുന്നതും മറ്റ് ഭക്തരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് ശരിക്ക് ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയിലൂടെ നമ്മൾ ചെയ്തു പോകുന്നത്. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് ഭഗവാനുമായിട്ടും അല്ലെങ്കിൽ നമ്മളെ ആശ്രമമായിട്ടും ചിന്താലയ വിദ്യാലയമായിട്ടും വളരെ ബന്ധമുള്ള വിശാഖ് സാറാണ്. അപ്പോൾ സാറ് വട്ടിയൂർക്കാവിലാണ് താമസിക്കുന്നത്. സാറ് കുറേ കാലം 11 വർഷത്തോളം ചിന്താലയ വിദ്യാലയത്തിലെ അധ്യാപകനായിരുന്നു. അതായത് ഭഗവാനുമായിട്ട് നല്ല ബന്ധം. ചിന്താലയ വിദ്യാലയത്തിൽ പോകുന്ന ഭഗവാൻ തൊട്ടടുത്താണ് ആശ്രമം. ആശ്രമത്തുമായിട്ട് ചേർന്ന് ആണ് സ്കൂളും, വന്നിട്ടുള്ളവർക്കറിയാം. അപ്പം അത്ര ഭഗവാനുമായിട്ട് ബന്ധമുള്ള ആളാണ്. 11 വർഷം ചിന്താലയ വിദ്യാലയത്തിലെ കൊച്ചുമക്കൾക്ക് അറിവ് പകർന്നു കൊടുത്ത ആളാണ്. അദ്ദേഹമാണ് ഇന്ന് അതിഥിയായി വന്നിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം അദ്ദേഹം തന്നെ പറയും. അപ്പോൾ അദ്ദേഹത്തെ, സാറിനെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഭഗവാനുമായിട്ടുള്ള അങ്ങയുടെ അനുഭവങ്ങളും ഒക്കെ ഭക്തർക്ക് വേണ്ടി പങ്കുവയ്ക്കണം. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമോ നമഃ. സർ, ഞാൻ 2007 ഒക്ടോബറിലാണ് ഞാൻ സ്കൂളിലേക്കൊരു എൻട്രി ചെയ്യുന്നത്. ഞാൻ ശരിക്കും ഒരു സ്ഥിരമായി നിൽക്കാൻ വേണ്ടി വന്ന ഒരാളായിട്ടല്ല വന്നിരുന്നത്. ഒരു 3 മാസത്തെ ഡ്യൂട്ടി ചെയ്ത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുമായിട്ട് സിറ്റിയിലോട്ട് പോവുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഞാൻ സ്കൂളിലോട്ട് എൻ്റർ ചെയ്യുന്നത്. അപ്പം അന്ന് ഈ അറിയിപ്പ് പ്രകാരം ഞാൻ സ്കൂളിലെത്തുകയും ആ സമയത്ത് സ്കൂളിലെ ഇൻ്റർവ്യൂ ബോർഡ് കമ്മിറ്റിയിൽ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന വിശ്വനാഥ് സാർ, പിയുടെ അന്തരിച്ചു വിശ്വനാഥ് സാറ് പ്രസിഡൻ്റായിരുന്നു. അതെ. പിന്നെ രവീന്ദ്രനാഥ് സാറും ഈ ചാനലിൽ വരികയുണ്ടായി. അതെ, നെയ്യാറ്റിൻകര. അതെ. പിന്നെ നമ്മുടെ അറിയാവുന്ന ജയകുമാർ സാർ കമ്മിറ്റി മെമ്പർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അന്നുണ്ടായിരുന്ന പ്രിൻസിപ്പാൾ ജയശ്രീ മാഡം, പിന്നെ അന്നത്തെ ഒരു വൈസ് പ്രിൻസിപ്പാൾ വെങ്കട്രാമൻ സാറും കൂടിയായിരുന്നു.
അവരെ ഓർക്കാതെ എനിക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. അപ്പം അവർ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. ഒരു റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു മാത്സിൻ്റെ. അപ്പോൾ അത് പാസ്സാകുകയും പിന്നീട് അവരെ അറിയിക്കാമെന്ന് പറഞ്ഞു. അറിയിക്കാം. അപ്പോൾ ഞങ്ങൾ അപ്പോൾ തന്നെ അത് അറ്റൻഡ് ചെയ്യുന്നു. ഞാൻ എൻ്റെ ബ്രദറും കൂടെയായിരുന്നു വന്നത്, എൻ്റെ മൂത്ത ബ്രദറുമായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പുള്ളിയായിട്ട് തിരിച്ച്, അപ്പം ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഇൻ്റർവ്യൂ. അപ്പം നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷമല്ലേ ഇൻ്റർവ്യൂ, നിങ്ങൾ ആ താഴെ ആശ്രമമുണ്ട്, നിങ്ങൾ പോയി കഴിച്ചിട്ട് വരും എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോയി ആശ്രമത്തിൽ കഴിക്കുന്നു. ഒരു ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു ആശ്രമ ഫീലിംഗ്. അപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു സ്വാദാണ് അതിന്. ഒരു അമൃതമായിട്ട് ഞാൻ അപ്പം തന്നെ ഫീൽ ചെയ്തു. എന്തോ ഒരു പ്രത്യേകതയുണ്ട്. പക്ഷെ നമ്മൾ ഈ ആശ്രമവും കാര്യങ്ങളൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ളതല്ലാതെ ഇതെങ്ങനെയാണ്, ഇത് ശരിക്കും അന്ന് തൊട്ട് അനുഭവിക്കുകയായിരുന്നു സാർ. നമ്മളറിയുന്നില്ല നമ്മളവിടെ, ഞാൻ ഇനി അവിടെ എൻട്രി ആവുന്നോ, അത് ഇനി വളരെ കാലം നിൽക്കുന്നുണ്ടോ ഒന്നും അറിയുന്നില്ല. ആ സമയത്ത് നമ്മളൊരു ശിശുവിനെ പോലെ വരികയാണ്. അപ്പം അവിടെ വന്ന് പിന്നീട് അവരെ അറിയിക്കാമെന്ന് പറയും. പിന്നീട് അതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ വരികയും നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും. റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു, അതും പാസ്സായി. അറിയിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ. 2 ദിവസം കഴിഞ്ഞ് അവരറിയിക്കുകയാണ്, സാറ് സെലക്ഷനായിട്ടുണ്ട്, സാറിന് വരാം. അങ്ങനെ പാങ്ങോട് നിന്ന് ബസ്സിൽ കയറി ചിന്താല ആശ്രമമുറ്റത്ത് വരികയും പിന്നെ അവിടെ പ്രിൻസിപ്പാളിനെ മീറ്റ് ചെയ്യും, മാനേജ്മെൻറ്റ് കമ്മിറ്റിയായിട്ട് മീറ്റ് ചെയ്യും, കുട്ടികളെ പരിചയപ്പെടുകയും അങ്ങനെ ഒരു 3 മാസം. അപ്പോഴും എൻ്റെ മനസ്സിൽ 3 മാസമേ ഉള്ളൂ. അത് കഴിഞ്ഞ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങുക, പിന്നെ സിറ്റിയിൽ എവിടെയും നോക്കുക, വീട്ടിലുള്ളവരും സിറ്റിയിൽ നോക്കാം, ഇത്രയും ദൂരമല്ലേ. അപ്പം അങ്ങനെ പിന്നെ ആ 3 മാസം നമ്മൾ എന്താണെന്നറിയില്ല, നമ്മൾ ആ ആശ്രമത്തിൽ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള നമ്മുടെ ഒരു ജീവിതാനുഭവവും ജീവിത വീക്ഷണവും പിന്നെ ഞങ്ങൾ പതുക്കെ മാറുകയാണ്. പിന്നെ നമ്മൾ സ്കൂളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ സ്കൂളുമായിട്ടുള്ള ആ ഒരു ബന്ധമാണ്. കാരണം പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. പിന്നെ സ്കൂളിൽ 3 മാസം എന്ന് പറയുന്ന ഏതാണ്ട് ഒരു 6 മാസത്തെ ഒരു ഫീലിംഗാണ്. പിന്നെ കുട്ടികളുമായിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് എന്താണെന്നറിയില്ല. നമ്മളവിടെ വന്നത് ഭഗവാൻ നേരത്തെ നമ്മളവിടെ വരുത്തിയാന്നുള്ള പിന്നീടാണ് നമ്മൾ അറിയുന്നത്. അതെ. അപ്പോൾ അത് അറിയുന്നത് ഞാൻ പിന്നീടാണ്. അപ്പം കുട്ടികളായിട്ടൊക്കെ വളരെ പെട്ടെന്ന് അങ്ങ് സിങ്ക് ആവുകയാണ്. അത് എന്താണെന്ന് പറയുന്നത്, നമ്മൾ അത്രമാത്രം കഴിവുണ്ടോ എന്നൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. എങ്കിലും കുട്ടികൾ നമ്മളെ കാണുമ്പോൾ തന്നെ സാറെന്ന് പറയുമ്പോൾ ഉപരി ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള രീതിയിലൊക്കെ നമ്മളെ വെൽക്കം ചെയ്യുമായിരുന്നു. 3 മാസം കഴിഞ്ഞ് ഇതിനിടയ്ക്ക് സൗമ്യമായിട്ട് എവിടെയോ മീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ണാനൊക്കെ വരുമ്പോഴത്തേക്കും ഒരു സൗമ്യ ആശ്രമത്തിൽ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് മീറ്റ് ചെയ്യാം. അപ്പം നമ്മൾ വന്ന് അങ്ങ് പോകുന്നു. ആ ഒരനുഭവം. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് നമ്മുടെ രവീന്ദ്രനാഥ് സാറ് പറയുന്നു, വിശാഖിന് വേണമെങ്കിൽ തുടരാം കേട്ടോ, തുടരാം. അപ്പം വേറൊരു മാത്സ് ടീച്ചറിൻ്റെ മെറ്റേണിറ്റി ലീവിലാണ് ഞാൻ അവിടെ അപ്ലൈ ചെയ്തത്. പിന്നീട് ആ ടീച്ചർ വരുന്നില്ല എന്നറിയിക്കുകയും പിന്നീടാണ് കാര്യങ്ങൾ ടെസ്റ്റ് മാറുന്നത്. അപ്പം സാറും പറഞ്ഞു, വിശാഖിന് വേണമെങ്കിൽ തുടരാം, വിശാഖിൻ്റെ പെർഫോമൻസ് ഞങ്ങളെല്ലാവരും വീക്ഷിക്കുന്നുണ്ട്, തുടരാവുന്നതാണ്, ഇനി എല്ലാം വിശാഖിൻ്റെ ഇഷ്ടം. പിന്നെ എനിക്കതൊരു ലക്കി ഫാക്ടറാണ്. സ്കൂളിൽ നിൽക്കുന്നു. അതിൽ പ്രധാന ഫാക്ടർ എനിക്കൊന്നാമത് ജീവിതത്തെക്കുറിച്ച് വേറെ വലിയ വീക്ഷണമൊന്നുമില്ല. വിവാഹം കഴിക്കണം, ആ രീതിയിൽ പോകണം, അങ്ങനൊരു മൈൻഡ് തുടക്കത്തിലേ ഇല്ല. അപ്പം അതുകൊണ്ട് ഈ സ്കൂൾ അവിടെ പിന്നെ ആ സ്കൂളായിട്ടുള്ള ആ ഒരു ഇതിൽ അങ്ങനെ പോവുകയായിരുന്നു. 3 മാസം കഴിഞ്ഞു, വീണ്ടും അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നീട് ഒരിക്കലാണ് അവിടുത്തെ വൈസ് പ്രിൻസിപ്പാളായിരുന്ന വെങ്കട്ടരാമൻ സാറ് എന്നെക്കൊണ്ട് ആശ്രമത്തിലോട്ട് വരികയും പറയുന്ന സ്വാമി വന്നിട്ടുണ്ട്, നമുക്ക് സ്വാമി ഒന്ന് മീറ്റ് ചെയ്യും. ഒരു വൈകുന്നേരം 3:30. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. ഞങ്ങളവിടെ വരികയും ഇപ്പോൾ സ്വാമി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓരോരുത്തരുടെ ഊഴം, തൊഴാനുള്ള ഊഴം, നമ്മളെ ഊഴം വരും. സാറ് എന്നെക്കൊണ്ട് ഞാൻ ഇങ്ങനെ സ്വാമിമാരെ കണ്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കും. സ്വാമി എങ്ങനെയാണ് അവർ നമ്മളെ നിരീക്ഷിക്കും. അദ്ദേഹത്തെ നോക്കുമ്പോൾ അദ്ദേഹം നമ്മളെ നോക്കത്തില്ല. അപ്പം സാറ് സ്വാമി ഒന്ന് നമസ്കരിക്കും. അപ്പം എനിക്കിത് എങ്ങനെയാണ് നമസ്കരിക്കണമെന്നും ഒന്നും അറിയില്ല. അപ്പം സാർ ആദ്യം ഒരു മാതൃക ഇട്ട് തന്നു. അപ്പം ഇങ്ങനെ കുനിഞ്ഞ് സ്വാമിയുടെ മുമ്പിൽ ഞാൻ കുനിഞ്ഞ് നമസ്കരിക്കും. സ്വാമി എന്നെ നോക്കുന്നു പോലും ഇല്ലെങ്കിൽ ആരോ വന്ന് നമസ്കരിച്ചിട്ട് പോകുന്നു. അപ്പം ഞാൻ നമസ്കരിച്ചിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്തു. നോക്കിയില്ലല്ലോ, എന്താണ് ഇനി നമ്മുടെ ഭാഗത്ത് വല്ല മിസ്റ്റേക്ക് വല്ലതും ഉണ്ടോ?
കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വാമി അടുത്ത് നിൽക്കുന്ന രാമകൃഷ്ണ പിള്ളയാണെന്ന് തോന്നുന്നു, പുള്ളി അങ്കിളാണെന്ന് തോന്നുന്നു. എടുത്തു, ഇതെവിടെ ഉള്ളത്? അപ്പം ഞാൻ പറയണം തിരുമല അതങ്ങ് ദൂരെയല്ലേ. പിന്നെ ഇങ്ങനെ അങ്ങനെ ആലോചിച്ചിട്ട് പിന്നെ ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ഇങ്ങനെ തൊഴുത് മാറിയിരിക്കുകയാണ്. പിന്നെ എല്ലാവരും സ്വാമിയെ കണ്ടിട്ട് പിരിയുന്ന ഒരു അവസരം വരുന്നു. ഞാൻ പിരിയുന്നു, തൊഴുതുകൊണ്ട് പിരിയുന്നു. അപ്പോഴേ ശ്രദ്ധ നമ്മളിൽ വന്നു എന്നുള്ളത് പിന്നീടാണ് നമ്മൾ അറിയുന്നത്. പിന്നീട് ഒരിക്കൽ എങ്കിലും നമ്മൾ സ്വാമിയായിട്ടൊരു ആത്മബന്ധത്തിലേക്ക് വരുന്നില്ല. കാരണം നമ്മുടെ ലോകം പിന്നീട് സ്കൂള്, കുട്ടികൾ, മാനേജ്മെൻറ്റ്, ഇതാണ് എല്ലാം. അതെ, ആ ഒരു ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു മൈൻഡിൽ സ്കൂള്, കുട്ടികൾ, നമ്മുടെ പഠന വിഷയങ്ങൾ, മാനേജ്മെൻറ്റ്, അതിനപ്പുറമില്ല. പിന്നെ നമുക്കറിയാം സ്വാമിയാണ്ട് മഠാധിപതിയാണ്, ഇങ്ങനെയുള്ള ഏപ്രിൽ മെയ് മാസങ്ങളിൽ വരും എന്നൊക്കെ അറിയാമെങ്കിലും ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നതല്ലാതെ ആ ഒരു ആത്മബന്ധത്തിലേക്ക് പോകുന്നില്ല. പലരും അവിടെ ആ സമയത്തൊക്കെ നല്ല സിങ്ക് ആവുന്നു, പക്ഷേ നമുക്ക് ആ ഒരു അവസരം വരുന്നില്ല. സ്കൂളാണ് ലോകം എന്നുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പിന്നീട് ഒരു ദിവസം ഞാൻ സ്കൂളിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് ഒരു 1.5 കൊല്ലം ആകാശവാണിയിൽ ഒരു കോൺട്രാക്റ്റ് വ്യവസ്ഥയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. കൊച്ചുകുട്ടികളുടെ രശ്മി പ്രോഗ്രാം ഒക്കെ കണ്ടിട്ടുണ്ട്, ചെറുതായിട്ട് പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റായിട്ട് കൂടെ നിന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവം വെച്ച് ഇവിടുത്തെ കുട്ടികളെ ഒന്ന് ആകാശവാണിയിലൊന്ന് കൊണ്ടുപോയി ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചാലും ഞാനൊന്ന് മാനേജ്മെൻറ്റ് മുമ്പിലും പ്രിൻസിപ്പാളിൻ്റെ മുമ്പിലും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പൊതുവെ നമുക്ക് കിട്ടിയ ഒരു റിപ്ലൈ, ഇവിടെ ഇത്തിരി കാര്യമൊക്കെ നേടിയെടുക്കാൻ ഇത്തിരി ശ്രമകരമാണ്, കള്ളിക്കാടാണ് സ്ഥലം എന്നൊക്കെ ചോദിക്കും. ഞാൻ അത്ര ബുദ്ധിമുട്ടുണ്ടോ? അതായത് ഒന്ന് ശ്രമിക്കാം. എന്തായാലും ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ പിന്നീട് ഞാൻ ആകാശവാണി വിളിക്കുകയും പിന്നെ അങ്ങനെ ഒരു കുട്ടികളുടെ ഒരു പ്രോഗ്രാം അവിടെ നടത്തണം, രശ്മി എന്നൊരു പരിപാടിയുണ്ട്. അപ്പം അതിൻ്റെ ഡേറ്റൊക്കെ അന്വേഷിക്കുകയും അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴും സ്വാമിയെ പോയി ഇത് അറിയിക്കണമെന്നുള്ള ഒരു വിവരമൊന്നും നമുക്ക് അന്നില്ല. സ്കൂളാണ് എല്ലാം, മാനേജ്മെൻറ്റ് നമ്മൾ അറിയിക്കുന്നുണ്ട്, പ്രിൻസിപ്പാളിനെ അറിയിക്കുന്നുണ്ട്. അപ്പം കുട്ടികളായിട്ടുള്ള പ്രാക്ടീസൊക്കെ തുടങ്ങി. അപ്പോഴേ എനിക്ക് അവിടെ നിന്നൊരു അഡ്വൈസ് കിട്ടിയ, ഇവിടെ ഏത് കാര്യം കുട്ടികളെയും കൊണ്ടുള്ള ഏത് സംരംഭത്തിനും സ്വാമി എന്ന് അറിയിക്കണം, നിങ്ങൾ സ്വാമി ഒന്ന് പോയി കാണണം. ഓക്കെ, സ്വാമി പോയി ഒന്ന് അറിയിക്കും, ഇങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്, അപ്പോൾ അതൊന്ന് അറിയിച്ചിട്ട് തുടങ്ങിയാൽ നന്നായിരിക്കും. അപ്പം അന്ന് എന്നെ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും വർക്ക് ചെയ്യുന്ന വിജയകുമാരൻ സാർ, മലയാളം സാറിനെയും കൂട്ടിപ്പിടിച്ച്, സാറുമായിട്ടായിരുന്നു എനിക്ക് കുറച്ചുകൂടി ഒരു ബന്ധമുള്ളത്. അപ്പം ഞാനും സാറിനെയും കൂട്ടിപ്പിടിച്ച് ഞാൻ പോത്തൻകോട് ആശ്രമം, ഇപ്പോഴത്തെ സ്റ്റാഫ് സെക്രട്ടറി. അപ്പം ഞാനും സാറുമായിട്ട് കൂടെ നമ്മുടെ പോത്തൻകോട് ആശ്രമത്തിൽ ചെല്ലുകയും, ഇപ്പോൾ സ്വാമിയെ കാണുകയും, എവിടെ നിന്ന് വരുന്നു? സ്കൂളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വാദ്യാരെന്നുള്ളത് സ്വാമി അറിയുന്നുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ഇപ്പം എന്ത് വന്നതിൻ്റെ ഉദ്ദേശം? സ്കൂളിലെ കുട്ടികളെയും കൊണ്ട് ആകാശവാണിൻ്റെ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ആരാണ് ഇതിൻ്റെ ഓർഗനൈസ് ചെയ്യുന്നു ഒന്നും അറിയുന്നില്ല. സ്കൂളിൽ നിന്നുള്ള 2 വാദ്യാരെന്നുള്ളത് സ്വാമി മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വാമി ഇങ്ങനെ കുറച്ച് നേരം കണ്ണടച്ചിട്ട് നേരെ നോക്കിയത് എന്നെ തന്നെയാണ്. പിടി വീണു. നമ്മളാണിത് ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്യുന്നു, വലിയ സംഭവമൊന്നും അല്ലെങ്കിൽ ഒന്നും അവിടെ ജോലി ചെയ്തു എന്നുള്ള രീതിയിൽ ഒന്ന് ഓർഗനൈസ് ചെയ്യുന്നത് അടിയനാണ് എന്നുള്ളൊരു സ്വാമി മനസ്സിലാക്കി. സ്വാമി ചിലടത്ത് പുഞ്ചിരിച്ചു, നീയാണല്ലേ ഇതിൻ്റെ ആൾ. അപ്പം തന്നെ സ്വാമി ഒരു സൂചന പറഞ്ഞിട്ട്, ആ അലൈപ്പായുധയൊക്കെ ഒന്ന് നന്നായിട്ട് പാടാൻ പറയണം. അലൈപ്പായുധ നമ്മൾ അങ്ങനെ ഒരു പാട്ട് അത് അപ്പോഴേ സ്വാമി അറിഞ്ഞു, നിങ്ങളുടെ പ്രോഗ്രാമിൽ അലൈപ്പായുധ എന്നൊരു പ്രോഗ്രാമുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അതുപോലെ ഒരു ചെറിയൊരു ഇതുണ്ടായി, ഒരു ചെറിയൊരു അത് നമ്മൾ കുറച്ചുകൂടി ഗൗരവമായിട്ട് കാണേണ്ടതായിരുന്നു. അപ്പം അന്ന് നമ്മളെ മ്യൂസിക് ടീച്ചറിന് അന്ന് നമ്മളെ കൂടെ വരാൻ പറ്റിയില്ല. ഇപ്പോഴത്തെ രാജലക്ഷ്മി ടീച്ചർ തന്നെയാണ്. അന്ന് ടീച്ചറിന് വേറെ എന്തോ അസൗകര്യമായിട്ട് ടീച്ചർ ബാക്കി എല്ലാ കാര്യം കുട്ടികളെ പ്രാക്ടീസ് എല്ലാ കാര്യത്തിനും പോകുന്നുണ്ട്. ആ ദിവസം ആകാശവാണി പോകുന്ന ദിവസം ടീച്ചർക്ക് എന്തോ അസൗകര്യത വരാൻ കഴിഞ്ഞു. ഈ ആകാശവാണി പോകുന്ന ദിവസത്തിന് ഒരു പ്രത്യേകത സാർ. നമ്മളിങ്ങനെ ഇരുന്നപ്പോൾ സ്വാമി അറിയിച്ചു, നമ്മൾ പറയാനുള്ള പോലെ പറഞ്ഞു, അറിയിച്ച് പോയി. ഞാൻ ആകാശവാണി വിളിച്ചിട്ട് ഡേറ്റ്, നല്ലൊരു ഡേറ്റ് എന്നായിരിക്കും ഡേറ്റ്, അങ്ങനെ പല ഡേറ്റുകൾ വന്നു. ഡേറ്റ് മാറി മാറി ഒരു നരസിംഹ ജയന്തിയിലാണ്. അപ്പോൾ ഭഗവാൻ അത് ആ ഇന്ന ഡേറ്റിൽ പോകണം എന്നുള്ളത് അദ്ദേഹം നേരത്തെ അറിയും, നമ്മൾ അറിയുന്നില്ല, നമ്മൾ സ്കൂളാണല്ല എന്നുള്ള രീതിയിലേക്ക്. ഒരു നരസിംഹ ജയന്തിയിൽ തന്നെയാണ് ആ പ്രോഗ്രാം. അന്ന് സ്കൂൾ ബസ്സിൽ തന്നെയാണ് കുട്ടികളെ കൊണ്ടുപോയത്.
അപ്പോൾ അത് കൊണ്ടുപോയി അവതരിപ്പിച്ചു. ഒരു തടസ്സമില്ലാതെ ഭഗവാന്റെ അനുഗ്രഹത്താൽ. നമ്മളൊരു എന്താ പറയുക, ഒരു ജസ്റ്റ് നടത്തിപ്പുകാരെന്നുള്ള രീതിയിലുള്ളൂ. ബാക്കി എല്ലാം അദ്ദേഹം തന്നെയാണ് നടത്തിയത്. പിന്നെ അതിൻ്റെ ഒരു CD കൊണ്ടുവരികയും നമ്മൾ അവിടെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പം അങ്ങനെ ഒരു അവസരം, അങ്ങനെ ഒരു ഭാഗ്യം ഭഗവാൻ എനിക്ക് തന്നു. അതിലൂടെയായിരുന്നു എൻ്റെ ഇനി അങ്ങോട്ടുള്ള എൻട്രി. പിന്നീട് ഞാൻ സാറിന് നേരത്തെ പറഞ്ഞു, വിവാഹം കഴിക്കണം അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. അപ്പം ഇനിയിപ്പം വീണിടം സ്വർഗം എന്ന് പറയുന്ന പോലെ ഞാനിപ്പോൾ ഇവിടെ സ്കൂളിലാണ്, ഓക്കെ, സ്കൂളുമായിട്ട് അങ്ങ് കഴിയുക, ആ ഒരു മൈൻഡിൽ. അപ്പം അങ്ങനെ പിന്നീട് ഒരിക്കൽ അങ്ങനെ വന്ന് വീട്ടുകാർ കല്യാണമൊക്കെ ആലോചിച്ചു. കല്യാണാലോചനയൊക്കെ നടന്നു. അപ്പോഴും ജാതകം കാണിക്കണം, സ്വാമിയെ പോയി കാണണം. ഇവിടെ പലരും അങ്ങനെയാണ് ചെയ്യുന്നത്. സ്വാമിയായിട്ട് വളരെ ആത്മബന്ധമുള്ളവരൊക്കെ അത് ജാതകം അറിയിക്കുകയും ഇതെങ്ങനെ നടത്താൻ കൊള്ളാമോ, ഇത് അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ അങ്ങനെ കാണുകയോ ഒന്നും ചെയ്തുമില്ല. വീട്ടുകാർ പറഞ്ഞു കുറേ കല്യാണം വേണ്ടെന്ന് പറഞ്ഞങ്ങ് മാറ്റി. ഒരു കല്യാണത്തിൽ നമ്മളതിലങ്ങ് വീണു എന്ന് തന്നെ പറയാം. പക്ഷെ അതിൽ വീണു എന്നുള്ളത് ഭഗവാൻ അത് നേരത്തെ കൽപ്പിച്ചതാണെന്നുള്ളത് പിന്നീട് ഞാൻ കല്യാണം വിളിക്കാനായിട്ട് പോയപ്പോഴാണ് അറിഞ്ഞത്. ഇപ്പോഴും വൈഫും ഭഗവാന്റെ ഒരു വിശ്വാസി തന്നെയാണ്. വളരെയധികം നല്ലൊരു ഭക്തി തന്നെയാണ്. നല്ല രീതിയിൽ പോകുന്നു. അത് ഭഗവാന്റെ ഒരു അനുഗ്രഹം എന്ന് തന്നെ പറയാം. അപ്പം കല്യാണാലോചന വന്നു. സ്കൂളിൽ അറിയിച്ചു. സ്കൂളിൽ പറയുന്ന അത് ഭഗവാനെയൊക്കെ ഒന്ന് അറിയിക്കണം, എല്ലാ ശുഭകാര്യങ്ങളും അദ്ദേഹം ഒന്ന് അറിയുന്നത് നന്നായിരിക്കും. അപ്പോൾ അതും കല്യാണ ലെറ്ററുമായിട്ട് അതുവരെ വേണ്ടാന്ന് വിചാരിച്ച ആൾ ഇനി അങ്ങ് പിന്നീട് അങ്ങോട്ട് ഒരു പുതിയ എനർജിയാണ്. ഞാൻ ആ ലെറ്ററും കൊണ്ട് ഭഗവാന്റെ അടുത്ത് പോയി. എന്ത് വന്നത്? വിവാഹമാണ്. ഞാനാണെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ ഞാനിങ്ങ് എനിക്ക് പലരും വളരെ സൂട്ടായിട്ടും കംഫർട്ടായിട്ടൊക്കെ സംസാരിക്കാൻ നമ്മളിങ്ങനെ നോക്കി നിന്ന് കൊതിച്ച് പോകും. വീട്ടൊന്നും ചങ്ങാത്ത ഓണമല്ല. നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയാണ്ട് ഭാവിക്കുമ്പോൾ തന്നെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇതായി നമ്മൾ ആ എറിയിപ്പോവും. നമ്മൾ പ്രായത്തിൻ്റെയും ഒക്കെ ആവാം. നമ്മൾ ഒരു ജൂനിയർ എന്ന രീതിയിൽ ഒക്കെ നമ്മൾ നിൽക്കുകയാണ്. എന്ത് വന്നത്? വിവാഹമാണ്. ആരുടെ? എൻ്റെ ഭഗവാന്റെ മുമ്പിൽ എൻ്റെ, ഞാൻ എന്നുള്ള വേർഡുകൾ ഉപയോഗിക്കാൻ തന്നെ എനിക്കൊരു മടിയാണ്. കാരണം ഇടയ്ക്കൊരു സമയത്ത് ഞാൻ എൻ്റെ വീട് എന്നൊക്കെ പറയാൻ വേണ്ടി എൻ്റെ എന്നുള്ളൊരു ഭാവത്തിൽ ഇപ്പം നിൽക്കുമ്പോൾ തന്നെ എന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കി. കാരണം അങ്ങനെയുള്ള വേർഡുകൾ നമുക്ക് അധികം ഭാവം വരരുത് എന്നുള്ളതാണ്. അതെൻ്റെ വിവാഹമാണെന്നുള്ള സങ്കല്പത്തിൽ ഞാൻ നോക്കാം കേട്ടോ, തൽക്കാലം ഇത് ഇവിടെ വച്ചിട്ട് ഇവിടെ ഇരുന്നോളി, ഞാൻ നോക്കാം. ഞാനവിടെ ഭാവം പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ വയ്ക്കുകയാണ്. വയ്ക്കുമ്പോൾ ഞാൻ പിന്നെ കാണുന്ന അദ്ദേഹത്തിൻ്റെ കൈകളിലാണ് ആ ലെറ്റർ ഇരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ അത് വാങ്ങിച്ചു. അദ്ദേഹം പറഞ്ഞത് ലെറ്റർ ഇവിടെ വെച്ചോളണം, എന്നിട്ട് അവിടെ ഇരിക്കണം, ഞാൻ പിന്നീട് നോക്കിക്കോളാം, ഓക്കെ എന്ന് പറഞ്ഞ് ഞാനവിടെ വയ്ക്കുകയാണ്. വച്ചിട്ട് നോക്കുന്നതും ഭഗവാന്റെ കൈകളിലാണ് അതിരിക്കുന്നത്. ഇതെങ്ങനെ ഭഗവാൻ കൈ നീട്ടി വാങ്ങിയതായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അതൊരു ഫസ്റ്റ് അനുഭവം, ഒരു മാജിക്കൽ. അപ്പം ഞാനവിടെ ഇരുന്നു. ഭഗവാൻ നോക്കിയിട്ട് കുറേ, പിന്നെ അറിയാമല്ലോ, സാധനം അറിയാം, നമ്മളെ ഉദ്ദേശിക്കുന്ന കാര്യം ഇങ്ങനെ റൗണ്ട് ചെയ്ത് ബാക്കിയുള്ളവർ മനസ്സിലാവത്തക്ക രീതിയിലും അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ബാക്കിയുള്ളവരോടായി പറയും. അതെ. അപ്പം ഇങ്ങനെ ഇരുന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറയും, നീ സന്ദർഭോചിതമായി നീ ഒന്നും ചെയ്യുന്നില്ല, എനിക്കതിൽ വിഷമമുണ്ട്, വിഷമമല്ല എന്നങ്ങ് പറഞ്ഞു നിർത്തി. അപ്പോൾ എന്നെയാണ് ഞാൻ അവിടെ ബാക്കിയുള്ളവരെ നോക്കി. അപ്പോൾ അവരിത് കേട്ടു. അവരൊക്കെ കുനിഞ്ഞിരിക്കുകയാണ്. അവരൊന്നും അത് ഒരു സംഭവം പറയുന്നതായിട്ടൊന്നും അവർ കേൾക്കുന്നില്ല. അവരിങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് എന്നെ മാത്രം കേൾക്കാനായിട്ട് ഞാൻ മാത്രമേ അത് കേട്ടുള്ളൂ. അങ്ങനെ കേൾക്കും ചിലത്. അതെ. പിന്നീട് അങ്ങോട്ട് സ്ട്രൈക്ക് ചെയ്ത് തുടങ്ങി. ഇത് സാധാരണ നമ്മൾ കാണുന്ന മഠാധിപതിയല്ല. അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ഭഗവാൻ എന്ന് വിളിക്കുന്നതെന്നുള്ളത് പിന്നീട് ഞാൻ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവിടെ പിന്നീട് ഞാൻ സ്കൂളിൽ വരുമ്പോൾ എല്ലാം ഓരോ പ്രവർത്തനത്തിലും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, സന്ദർഭോചിതമായി ഞാൻ ചെയ്യാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ, വളരെയധികം മൈന്യൂട്ടായിട്ട് പഠിപ്പിക്കുന്ന കാര്യത്തിലായിരുന്നാലും കുട്ടികളുടെ മറ്റ് സ്റ്റേജ് പ്രോഗ്രാമിലായിരുന്നാലും ഒക്കെ വളരെ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിച്ചാൽ എന്തെങ്കിലും പോരായ്മ അപ്പോൾ തന്നെ ഭാഗം കാണിച്ചു തരും. ഇന്ന നീ വിട്ടുപോയി അല്ലേ, ഓക്കെ, ഞാൻ അത് കറക്റ്റ് ചെയ്ത് പിന്നീട് അങ്ങോട്ട് പിന്നീട് അത് എനിക്ക് മനസ്സിലായത് നിൻ്റെ സ്കൂൾ ലൈഫിലേക്ക് മാത്രമല്ല നിൻ്റെ ജീവിതത്തിലേക്ക് തന്നെയാണ് അത് വിരലിച്ചുകൊണ്ടിരിക്കുന്നത്.
ജീവിതത്തിലേക്കും അത് പല ഘട്ടങ്ങളിലും നീ ഇന്നത് സന്ദർഭോചിതമായി നീ അത് ചെയ്തു, നല്ല ഒരു അവസരമായിരുന്നില്ല, നീ അത് യൂസ് ചെയ്തു എന്നൊക്കെ എന്നെക്കൊണ്ട് തന്നെ ചോദിപ്പിക്കുകയാണ് പല ഇതിലും. പിന്നെ ഞാനത് സ്വയം എന്നെക്കൊണ്ടാവുന്ന വിധം ഞാനത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാണ്. ഇപ്പോഴും അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ വിവാഹവും നടന്നു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ഒരു മകനും ജനിച്ചു. ഇപ്പം ആ ഒരു അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ തന്നെയാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ 3 മാസത്തേക്ക് വന്ന ആൾ എനിക്കൊരു 11 കൊല്ലത്തേക്ക് ഒരു എൻട്രി ഭഗവാൻ എനിക്ക് തന്നു. അതെല്ലാം ഭഗവാന്റെ ഒരു കുഴപ്പമില്ല, ഈ പയ്യൻ കുഴപ്പമില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും. അല്ലാതെ എൻ്റെ കഴിവൊന്നുമല്ല. ഇല്ല, അല്ലാതെ അവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ അവിടെ ആരൊക്കെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാലും ഭഗവാന്റെ ഒരു സപ്പോർട്ടില്ല നമുക്കവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് കഴിഞ്ഞ് സാറ് ട്രാൻസ്പോർട്ടിൽ ജോലി കിട്ടിയാണോ പോണേ? ജോലി കിട്ടിയാണ്. ഞാൻ ധാരാളം ടെസ്റ്റുകൾ എഴുതി. എനിക്ക് എന്തോ ഇതാണ് കിട്ടിയത്. ഞാൻ പലപ്പോഴും പിന്നെ സാധാരണ ഇപ്പം കയറിയപ്പോൾ തന്നെ അദ്ദേഹം ചോദിച്ചു, എന്താ ഇവിടുന്ന് ട്രാൻസ്പോർട്ടിലേക്ക് എങ്ങനെയാണെന്നുള്ളൊരു എൻട്രി എങ്ങനെ? അത് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ട്രാൻസ്പോർട്ടിലേക്ക് അധ്യാപകൻ നല്ലൊരു. പക്ഷേ എനിക്ക് ഈ ജോലിയാണ് കിട്ടിയത്, PSC വഴി തന്നെയാണ് കിട്ടിയത്. മനസ്സിലായി. ഞാൻ എന്തായാലും ഭഗവാനെ ഒന്ന് അറിയിച്ചിട്ട് ഭഗവാൻ എന്ത് പറയുന്നു, ഭഗവാൻ ഓക്കെ പറഞ്ഞാൽ പോവാം, ഇനി നീ പോണ്ട, നീ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പോയാൽ അങ്ങനെ. അതെ. ഭഗവാനെ ചെന്ന് ഭഗവാൻ കിടക്കുകയായിരുന്നു. അപ്പം കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പോത്തങ്കോട്. അപ്പം അവിടെ നിന്ന ഒരാൾ തന്നെ, ഇപ്പോൾ ഈ വിവരം ഒരു ശുഭകാര്യമല്ലേ, ജോലി കിട്ടിയ കാര്യം ഇപ്പം പറയണ്ട, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ അത് കുറച്ചും കൂടെ എന്തോ രാഹുകാലം എന്തോ ഒരു മാറുന്ന ആ സമയത്ത് പറഞ്ഞാൽ മതി. ഓക്കെ. മാത്രമല്ല ഭഗവാൻ അകത്ത് കിടക്കുകയാണ്. എന്തായാലും വെയിറ്റ് ചെയ്യാം, നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്തിട്ടപ്പം അകത്തുനിന്ന് വിളിച്ച് ആ പുറത്ത് നമ്മുടെ വാദ്യാർ വന്നിരിക്കുകയാണ്. അങ്ങനെ വരാൻ പറയണം. അപ്പോൾ ഞാൻ കയറി ചെന്നിട്ട് എന്ത് വന്നത്? എനിക്കൊരു ജോലി കിട്ടി. എവിടെ? KSRTCയിലാണ് കണ്ടക്ടറായിട്ട്. കുറച്ച് നേരം പോകണം. പിന്നെ ഭഗവാൻ പോകാൻ പറഞ്ഞു. ഓക്കെ. അപ്പം പിന്നെ എനിക്കൊരു ധൈര്യമായി. എങ്കിലും ഒരു ഡബിൾ മൈൻഡ്. ഒരു കുറച്ചു കാലം ഞാൻ നമ്മൾ ആ സ്കൂളിൽ നിന്ന് പറിച്ച് നടുമ്പോൾ ഉള്ള ഒരു വലിയൊരു എനർജി നഷ്ടപ്പെട്ട പോലെ. തീർച്ചയായും സാർ, അതിന് ഒരു സംശയം വേണ്ട. അതൊരു എനർജിയാണ്. അത് അവിടെ ജോലിയല്ല. അതെ. അത് ജോലിയായിട്ട് കാണരുത്. അവിടെ നമ്മൾ സർവീസ് പോലെയാണ്. അല്ലെങ്കിൽ അവിടെ ഭഗവാന്റെ ഒരു പരിചരണയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ വേറെ അതോ ഒരു വലിയ തണലിൽ നിന്ന് നമ്മൾ മാറും പോലെ. അത് ഭയങ്കരമായിട്ട് അത് ഇപ്പം സാറിൻ്റെ കേസിലെന്ന് മാത്രമല്ല, അവിടെ ജോലി എന്നുള്ളിടത്തല്ല, ഭഗവാന്റെ കൂടെ നിന്നിട്ടുള്ള ഒരു മാറിയെപ്പോഴും പല കാരണങ്ങളാൽ മാറേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അപ്പോഴൊക്കെ അവർക്ക് വളരെ ഭഗവാന്റെ അനുവാദത്തോട് പോയ ഒരാളും താഴോട്ട് പോയി. ഇപ്പം സാറൊക്കെ ഭഗവാൻ അനുഗ്രഹിച്ച് വിട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ പെർമിഷനോട് കൂടിയാണ്. ജോലി ഇന്നതാണ്, പോകണം, എന്തോ ഒരു വഴിത്തിരിവ് പിന്നീട് വരും. അത് എന്തോ നമുക്കറിഞ്ഞൂടാ. അത് അദ്ദേഹത്തിനെ അറിയാവും. തീർച്ചയായിട്ടും. ഇപ്പം ട്രാൻസ്പോർട്ടിൽ കണ്ടക്ടറായിട്ട് എത്ര കാലമായി സാർ? ഞാൻ 8 കൊല്ലമാകുമ്പോൾ. 8 കൊല്ലമായി. അതും അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം. കാരണം നമ്മൾ ഈ ലോങ് റൂട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടുന്ന് കോഴിക്കോട് വരെ നമ്മൾ ഡ്രൈവറെ വിശ്വസിച്ച് അങ്ങ് പോവുകയാണ്. അത്ര അതും രാത്രി 12 മണി കഴിഞ്ഞ് നമ്മൾ എറണാകുളമൊക്കെ എത്തും. എറണാകുളത്തുമ്പോൾ ഞാൻ ഡ്രൈവറിൻ്റെ കൂടെ വന്നിരിക്കും. പിന്നെ പുള്ളി ഉറങ്ങാതിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. ഇത്രയും പേരുടെ ഇതിനകത്തിരിക്കുന്ന എല്ലാ പേരുടെയും എല്ലാവർക്കും ആവശ്യമാണ്. ഇതൊക്കെ ഒരു സത്യത്തിന്റെ പുറത്താണ്. തീർച്ചയായും. ഈ വാഹനം എന്ന് പറയുന്നത് ഒരു സത്യത്തിന്റെ പുറത്ത് ഓടുന്നതാണ്. എത്ര നല്ല ഡ്രൈവർ എന്ന് പറഞ്ഞാലും എത്ര നല്ല വണ്ടി എന്ന് പറഞ്ഞാലും കാര്യമില്ല. ഒരു നിമിഷം മതി, ഒരു കണ്ണ് ഒരു സെക്കൻഡ് ഒന്ന് ഇതായിപ്പോയാൽ മതി. അതൊക്കെ ഒരു ഈശ്വരാധീനം കൊണ്ട് ഓടുന്നതാണ്. അപ്പോൾ വൈഫ് എന്ത് ചെയ്യണം സാർ? വൈഫ് ഹൗസ് വൈഫാണ്. ഞാൻ ഒരിക്കൽ വൈഫിനെ കൊണ്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പം പഠിക്കുകയാണ് എന്നുള്ള രീതിയിൽ, ജോലി നോക്കുന്നില്ല എന്നുള്ള ഒരു ശ്രമിക്കുന്നുണ്ട്. അവരും തിരുവനന്തപുരത്തുള്ളവരാണ്. തിരുവനന്തപുരത്തുള്ളവർ. അത് നമ്മുടെ വലിയാർത്തല, നമ്മുടെ പ്രഭാകര സ്വാമികളുടെ വീടിൻ്റെ ആ ലൊക്കേഷൻ. വലിയാർത്തല. അപ്പം വൈഫുമായിട്ട് ഞാൻ ഒരിക്കൽ കല്യാണത്തിന് ശേഷം സ്വാമിയെ കാണാൻ പോയി. വൈഫിനെ എനിക്കാണെങ്കിൽ സ്വാമിനെ ചെല്ലുമ്പോൾ ഒരു ഇറുവലാണ്. ഇപ്പം പരിചയപ്പെടുത്താനുമുള്ള ഒരു ഇത് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വന്നു. അപ്പം എവിടെ സ്ഥലം? വലിയാർത്തല. പ്രഭാകരൻ്റെ വീടിൻ്റെ അടുത്താണ്.
അപ്പം വൈഫിന് അറിയില്ല. അറിഞ്ഞൂടാ. വൈഫിന് അറിയില്ല. നമുക്കറിയാം ഇവിടെ അവിടെ അതെ അതെ അതെ. അതിന് മുമ്പേ പുള്ളിയെ എനിക്കറിയാം. അപ്പം അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. എന്നെ നോക്കി അറിഞ്ഞുകൂടാ. എന്താണ് അദ്ദേഹത്തിന് അറിയാം, എന്താണ് അതെ അറിയാം. അതെ. പിന്നീട് പിന്നെ മാസത്തോറും പോകുമ്പോഴേക്ക് വൈഫായിട്ട് കൊണ്ടുപോകാറുണ്ട്. പിന്നെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹത്താൽ ഇങ്ങനെ. മോൻ എത്ര പ്രായമുണ്ട്? മോനെ ഇനിയിപ്പം 3-ലാണ്. ഇനിയിപ്പം അത് ശരി. ആ 8 വയസ്സ് കഴിഞ്ഞു. ഇപ്പം 9-ാം വയസ്സ്. നല്ലതായി. എന്തായാലും ഈ ഭഗവാന്റെ ഇപ്പോൾ വൈഫിനെയും കൂടി ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോയി എത്രയോളം കാലം ഭഗവാന്റെ ദൃഷ്ടി പതിഞ്ഞു. അവരിൽ പതിയാൻ ഭഗവാൻ ഇങ്ങനെ നമ്മൾ വിചാരിക്കും ഭഗവാൻ നമ്മളെ നോക്കുന്നില്ല. ഭഗവാൻ കംപ്ലീറ്റ് ഒറ്റ നോട്ടത്തിൽ തന്നെ അവരെ ഇസട്ട് കംപ്ലീറ്റ് അവരെ ജീവിതചരിത്രം മൊത്തം അതായത് ത്രികാലവും പിടിച്ചെടുത്തിട്ട് മിണ്ടാതിരുന്നുള്ള ഒരു സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് പിടിച്ചെടുത്തിട്ട് മിണ്ടാതിരുന്നിട്ടായിരിക്കും. ഇരുന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കും. ഭഗവാൻ എല്ലാം കണ്ടു. അപ്പോൾ ആ ദൃഷ്ടി പതിയാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണം വരുന്നത് സന്താനങ്ങളിലേക്കാണ്. അതാണ് ഞാൻ ചോദിച്ചത്. സന്താനം വന്നു. എപ്പോഴും ഈ ഭഗവാന്റെ അനുഗ്രഹം ആർക്ക് കിട്ടുന്നതും മക്കൾക്കോ, ഭഗവാൻ പലപ്പോഴും പറയണത് മക്കൾക്കും കിട്ടൂല, കൊച്ചു മക്കളിലേക്ക് വരുമെന്നല്ല, 3ാമത്തെ തലമുറയിലേക്ക് വരുള്ളൂ. എന്തെന്നറിയാമോ സാർ, ഈ നമ്മളിൽ നിക്ഷിപ്തമായ കർമ്മഫലമാണ് നമ്മളെ മക്കളിലേക്ക്. മനസ്സിലായില്ല? അപ്പം നമ്മൾക്ക് കർമ്മഫലമുണ്ട്. നമ്മൾ ഈ കർമ്മഫലവും കൊണ്ടാണ് ഭഗവാന്റെ മുമ്പിൽ ചെന്നത്. ഇതിനെ ഭഗവാൻ ലഘൂകരിച്ച് തരും. എന്നാലും നമ്മളെ കർമ്മഫലത്തിന് ബേസ് ചെയ്തിട്ട് മാത്രമേ നമുക്കൊരു ഭാര്യയും മക്കളെയും കിട്ടുകയുള്ളൂ. അപ്പോൾ അവരിലേക്ക് അത് കയറി. പക്ഷേ അവരിലേക്ക് കയറിയെങ്കിൽ അവരിൽ ഭഗവാന്റെ സ്വാധീനം കൂടി. നമ്മളെ നമ്മളോടെയുള്ള ഭഗവാന്റെ ഇഷ്ടം നമ്മളെ മക്കളിലെത്തി. ആ മക്കളിൽ നിന്ന് വരുന്നത് പോസിറ്റീവ് വരുള്ളൂ. കാരണം പിന്നെ അത് ഫുൾ ഭഗവാൻ കൺട്രോൾ. ഇത് കൺട്രോളിലല്ല, കുറേ നെഗറ്റീവ് കയറി എന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ടാണ് ഈ ഏത് സ്ഥലത്തും തലമുറ കഴിഞ്ഞ് വരുന്ന അനുസരിച്ചിട്ട് ഗ്രോത്ത് വരും. അതുപോലെ അഹങ്കാരികളായിട്ടുള്ള ആൾക്കാർ അവർ ഇത്ര കൊണ്ട് അഹങ്കാരം കാണിച്ച് എന്തൊക്കെ സമ്പാദിച്ചു വെച്ചാലും 3 തലമുറയിൽ കൂടുതൽ നിൽക്കില്ല. 3ാമത്തെ തലമുറയാകുമ്പോൾ എല്ലാം നശിപ്പിച്ച് കളയുക. നശിപ്പിച്ചിട്ട് 4ാമത്തെ തലമുറയാകുമ്പോൾ ഒന്നുമില്ലാത്തവരായി മാറും. കാരണം ഇവർ ഈ കാണിച്ച അഹങ്കാരം മൊത്തം പോയത് താഴോട്ടാണ്. ഇവരങ്ങ് പോകും. ഇവർ കാണിക്കേണ്ട മാക്സിമം അഭ്യാസം കാണിച്ചിട്ട് ഇവരങ്ങ് പോകും. അതിനുശേഷം വരുന്ന ഇത് ഇവരെന്ത് ചെയ്യും, കൈമാറിയിട്ട് പോകും, മക്കൾക്ക് കൊടുത്തിട്ട് പോകും. അപ്പോൾ മക്കൾക്ക് ഇത് താങ്ങാൻ പറ്റില്ല. അവരെന്ത് ചെയ്യും, ഇത് അടുത്ത മക്കളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അപ്പോൾ 3 തലമുറ ആകുമ്പോൾ കംപ്ലീറ്റ് തീരും. പിന്നെ ഒന്നേന്ന് കയറി വരും. ഇത് എവിടെ നോക്കിയാലും അത് പ്രപഞ്ച നിയമമാണ്. അപ്പോൾ ഈ ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഭഗവാനെ കണ്ടിട്ടുള്ളവർ, ഭഗവാന്റെ ദൃഷ്ടി പതിഞ്ഞവർ, ഭഗവാനെ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും പതിയും. തീർച്ചയായും. അത് നമ്മൾ അവിടെ ചെന്ന് നിന്നില്ലെങ്കിലും ഭഗവാന്റെ ദൃഷ്ടി. ഇപ്പം നമ്മൾ ഭഗവാനെ സ്മരിക്കുമ്പം ഭഗവാൻ നമ്മളെ അടുത്ത് വരും. ഇത്രയും ദയാലും ഇത്രയും സ്നേഹസ്വരൂപനും മനോവേഗത്തിൽ സഞ്ചരിക്കുന്നതുമായിട്ടുള്ള വേറൊരു ദൈവം കാണില്ല. മനോവേഗത്തിലാണ്, മനസ്സ് വിചാരിച്ചോടനെ അവിടെ എത്തുകയാണ്. ഞാനിപ്പോൾ ഏത് കോലിൽ ചെന്നാലും എനിക്ക് ആ മൂർത്തി ദേവിയായിരിക്കാം, ദേവനായിരിക്കും. ഞാൻ ചിന്താലയ പരമഗുരുവിയെന്ന് നമുക്ക് അതേ പറയാൻ പറ്റുന്നു. അതേ ഉള്ളൂ. നമ്മൾ കണ്ട ദൈവം അതല്ലേ ഉള്ളൂ. ബാക്കി ദൈവത്തിന് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ ബാക്കി ക്ഷേത്രങ്ങളിൽ പോയി വിശ്വസിക്കുകയാണ്. ഇതങ്ങനെയല്ലല്ലോ. കണ്ടവരാണ് നമ്മൾ. കണ്ട ദൈവമാണ്. അതെ, കൺകണ്ട ദൈവം മാത്രമേ കണ്ടവരാണ് നമ്മൾ. ഇനിയുള്ള തലമുറയ്ക്ക് ആ ഭാഗ്യമില്ല. മനസ്സിലായില്ലേ സാർ? നിസ്സാര കാര്യമല്ല. ഇനിയുള്ള തലമുറയ്ക്ക് ആ ഭാഗ്യമില്ലാതെ പോയി. പക്ഷേ എങ്കിലും ആ പരബ്രഹ്മത്തിൻ്റെ ചൈതന്യം ഓട്ടോമാറ്റിക്കലി അവരെവിടെയെന്ന് പ്രാർത്ഥിച്ചാലും കിട്ടും. എവിടെയെന്ന് പ്രാർത്ഥിച്ചാലും അവിടത്തേക്ക് എത്തിക്കും. ഇത്രമാത്രം ആളുകൾ ഭഗവാൻ ഈ ചാനലിലൂടെ നമ്മൾ പ്രോഗ്രാം കണ്ടിട്ട് അവർ ഭഗവാനെ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇന്ന് തന്നെ ഓരോരുത്തർ ഓരോ സ്ഥലത്തുനിന്ന് വിളിച്ചിട്ട് മക്കളില്ലാത്തവർക്ക് മക്കൾ, അവർ സ്വാമിയെ കണ്ടിട്ടില്ല. ഈ ചാനൽ കണ്ടിട്ട് ഭഗവാനെ സ്മരിക്കണം. ഭഗവാനെ ഞങ്ങൾക്ക് ആ യോഗം ഉണ്ടെങ്കിൽ തരണേ, അല്ലെങ്കിൽ ജോലി ഇല്ലാത്തവർക്ക് ജോലി, വീടില്ലാത്തവർക്ക് വീട്
എത്രയോ കാലങ്ങളായി നടക്കാതെ പോയ ആൾക്കാർക്കാണ് ഭഗവാൻ. അപ്പോൾ അത് ഭഗവാനെ കാണണ്ട, അത്ര ദയാലുവാണ്. പിന്നെ ഭഗവാൻ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് ഇടിച്ചു കയറിച്ചെല്ലാം സ്വാമി സമ്മതിക്കില്ല, മനസ്സിലായില്ല, പതുക്കെ എൻട്രി കൊടുക്കുള്ളൂ. ആ ഒരു ഇതിൽ എത്തിച്ചേർന്നാൽ പിന്നെ രക്ഷപ്പെട്ടു. സാറ് മനസ്സിലായല്ലോ. ആദ്യമൊക്കെ ചെല്ലുമ്പോൾ മാക്സിമം നമ്മളെ വിചാരിക്കുമോ സ്വാമിക്ക് നമ്മളെ ഇഷ്ടമില്ല, ഇങ്ങോട്ട് വരണ്ട എന്ന് മനസ്സിന് തോന്നിപ്പിച്ച് വിടും. തീർച്ചയായും ഇതിനെ അതിജീവിച്ച് വന്നവന് പിന്നെ അവിടെ എൻട്രി ആയി, ഭഗവാന്റെ കൊടക്കീഴിലായി, പിന്നെ തൊടാൻ പറ്റൂല ആക്കും. അതുകൊണ്ട് അതിനൊക്കെ ഭാഗ്യം കിട്ടി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 11 വർഷമൊക്കെ ഭഗവാന്റെ സ്കൂളിൽ, അതും സാറിനെ പോലെ നിസ്വാർത്ഥമായിട്ട് ഇവിടുന്ന് ഈ തിരുവനന്തപുരത്ത് നിന്ന് ഈ കള്ളിക്കാട് ചെന്നിട്ടും ചിന്താലയ വിദ്യാലയത്തിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് തന്നെ നല്ല പാടാണ്. മനസ്സിലായി, നല്ല പാടാണ്, എന്തൊക്കെ ചോദിച്ചു. പിന്നെ സ്വാമിയുടെ ബ്ലെസ്സിങ്ങിൽ തന്നെയാണ്, നല്ല പാടാണ്. അപ്പോൾ സാറ് വേറെ ഒന്നും പ്രതീക്ഷിക്കാതെ, നമുക്ക് ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളെ സമയം അത്രയും നഷ്ടം, അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും അവിടുത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അടുത്ത ഏതെങ്കിലും സ്കൂളിൽ അതിനകത്ത് ഈ സാറിന് ധൈര്യമായിട്ട് കയറാം. പക്ഷെ അതൊന്നും അല്ലാതെ പോകാൻ പറ്റുമെന്ന് വെച്ചാൽ സാർ അത്രയും പരമഭക്തനായതുകൊണ്ടാണ് സ്വാമി അവിടെ പിടിച്ചു നിർത്തിയത്. സത്യം സാർ, എന്തോ ഒരു എനർജി, അതാണ്. അല്ലാതെ എനിക്ക് അവിടെ എത്താൻ പറ്റില്ല. ഞാൻ അത്രയ്ക്ക് യോഗ്യനാണോ എന്ന് ഞാൻ പല ഘട്ടങ്ങളിലും ഞാൻ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട്. അത് യോഗ്യത എന്ന് പറയുന്നത്, നമ്മളിപ്പം വെറും ജീവാത്മാക്കളാണ്, ഒരുപാട് നെഗറ്റീവ്സ് ഉള്ള ജീവാത്മാക്കൾ. ഭഗവാൻ എല്ലാം തികഞ്ഞ പരമാത്മാവാണ്. അത് ശരീരത്തിൽ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ജീവാത്മാവിൻ്റെ രൂപത്തിലിരിക്കുന്ന പരമാത്മാവായിരുന്നു ഭഗവാൻ. അപ്പോൾ ആ രൂപത്തിലിരിക്കുന്ന പരമാത്മാവിൻ്റെ അടുത്ത് വരണമെങ്കിൽ, ഒരു കാര്യം ഭഗവാന്റെ ഒരു അനുഗ്രഹം കിട്ടണമെങ്കിൽ യാതോ ജന്മങ്ങളിൽ ബന്ധം ഉണ്ടാവും, തീർച്ചയായും, ഇല്ലെങ്കിൽ കിട്ടൂല. അവിടെ പോകണമെന്ന് വിചാരിച്ചാൽ പോലും പോകാൻ പറ്റില്ല. ഈ ആശ്രമങ്ങളുടെ തൊട്ടടുത്ത് വിളിപാട് അകലത്തുള്ള പലരും സ്വാമിയെ കണ്ടിട്ടില്ല. സാറ് ഒട്ടുമിക്ക ഇന്റർവ്യൂവിൽ സാറ് തൊട്ടടുത്ത് ഒരു വിളിച്ചൊക്കെ അപ്പുറത്ത് കേൾക്കണ അവർ സ്വാമിയെ കണ്ടിട്ടില്ല. അപ്പോൾ ആലോചിച്ച് നോക്കുക, എവിടെ എത്രയോ ദൂരെ കിടക്കണേ. ജപ്പാനിൽ നിന്ന് വരെ ജപ്പാൻകാർ, അമേരിക്കയിൽ നിന്ന് അമേരിക്കക്കാർ, റഷ്യയിൽ നിന്ന് റഷ്യക്കാർ, എവർ വന്ന് ഭഗവാനെ കാണുകയാണ്. മനസ്സിലായി? ഈ തൊട്ടപ്പുറത്ത് താമസിക്കുന്നവർക്ക് കാണാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. അല്ല, അത് വലിയൊരു മിറാക്കിളാണ്. അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് കാണാൻ കഴിയുന്നില്ല. അതങ്ങനെയാണ്. ഇത് അതിനൊരു പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ ആത്മാക്കൾ തമ്മിലാണ് ബന്ധം, അല്ലാതെ ബന്ധമല്ല. എപ്പോഴും ആത്മാക്കൾ തമ്മിലാണ്. ഈ ബന്ധമുള്ള ആത്മാക്കളെ ബന്ധിപ്പിക്കുകയുള്ളൂ. ഇന്ന് ഇപ്പോൾ സാറ് ഇവിടെ വന്ന് ഇന്ന് തമ്പുരാനെക്കുറിച്ച് സംസാരിക്കണം എന്ന്, ഇപ്പം ഞാൻ വിദേശ രാജ്യത്ത്, പിന്നെ ഞാൻ മൊത്തത്തിൽ ഓട്ടത്തിലാണ് സാർ, ഈ നല്ല തിരക്കിൻ്റെ ഇടയിൽ. ഇന്ന് തന്നെ സാറ് വിളിക്കുമ്പോൾ ഞാൻ ഷൂട്ടിങ്ങിലാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് സാറിൻ്റെ പറഞ്ഞേ, ഇന്ന് ആശ്രമത്തിൻ്റെ ഷൂട്ടിംഗ് അല്ല, ഭഗവാന്റെ ഷൂട്ടിംഗ് അല്ല. എനിക്കൊരു ചാനലുണ്ട്, ആചാര്യ വിഷ്വൽ മീഡിയ. അപ്പോൾ ഇത് ആ ചാനലിൽ നിത്യജ്യോതിഷവും ഇപ്പോൾ ഗ്രഹങ്ങളുടെ മാറ്റവും ഇതൊക്കെ നമ്മളെ കുറേ ആളുകളുണ്ട്. ഏകദേശം എനിക്ക് എൻ്റെ ചാനലിൽ 62,000-ഓളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 62,000 പേരും എന്നെ അത്യാവശ്യം വിശ്വാസമുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഓരോ ഗ്രഹമാറ്റം ഇതുമൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട എൻ്റെ ആവശ്യമില്ല. അവരെന്നെ വിശ്വസിക്കുന്നു എന്നാണ്. അപ്പോൾ അവർ ഇത് കാണും. അപ്പോൾ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചാനലിൽ പ്രോഗ്രാം ഇന്നത്തെ ദിവസം മാറ്റിവെച്ചു. നാളെ ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയ്ക്ക് വേണ്ടി വെച്ചു. അപ്പോൾ ആ സമയത്താണ് സാർ എന്നെ ഇന്ന് വിളിക്കുന്നത്. ഇന്ന് വിളിക്കുമ്പോൾ ഞാൻ പറയാം, സാറാ നമുക്കിപ്പോൾ ഇന്ന് വരാൻ പറ്റുമോ? കാരണം മറ്റേ ചൊവ്വായും തിങ്കളും ഒക്കെ ഞാൻ ഫുൾ അപ്പോയിൻമെന്റ് കൊടുത്തിരിക്കും. അതുകൊണ്ട് പിന്നെ ഇനി എന്നാണ് നമ്മളൊരു ഇത് ഷൂട്ടിങ് വയ്ക്കണമെന്ന് കേട്ടാൽ അതുപോലെ എനിക്ക് അറിഞ്ഞൂടാ. സംഭവം മനസ്സിലായില്ലേ സാർ? അപ്പോൾ ഒരു ഷൂട്ടിങ് ഇങ്ങനെ ഞാൻ വയ്ക്കുന്ന ദിവസം ഇങ്ങനെ ആളുകൾ വിളിച്ചു ചോദിക്കും. ചിലപ്പോൾ എൻ്റെ കൂടെ വിളിച്ച് ചോദിക്കുന്നവർക്ക് തന്നെ ഞാൻ അങ്ങോട്ട് ഇപ്പോൾ ചോദിക്കുമ്പോൾ അവർക്ക് അന്ന് വരാൻ പറ്റാതെ എല്ലാവരും തിരക്കല്ലേ സാർ, എല്ലാവരും തിരക്ക്. അപ്പോൾ എല്ലാവർക്കും ഓരോ അസൗകര്യങ്ങൾ കൊണ്ട് സാറിന് ഇരുന്ന് പറയണം, ഇന്ന് ഇത് ഭഗവാന്റെ ഭഗവാൻ നിശ്ചയിച്ചതാണ്. അതുകൊണ്ടാണ് സാറ് ഇന്ന് എന്നെ വിളിക്കാനും പറഞ്ഞുകൊണ്ട് ഞാൻ വരാം. ഒന്നുമില്ല. ഒന്നുമില്ല, അത് ഭഗവാൻ നിശ്ചയിക്കുന്നതാണ്.
തടസ്സപ്പെടുന്നത് ഈശ്വരൻ തന്നെ. അതെ അതെ. അപ്പോൾ ചിലർ വന്ന് പറയണം എന്ന് വെച്ചാൽ അവരെ വരാൻ സമ്മതിക്കില്ല. എത്രയോ പ്രാവശ്യം വരാൻ പ്ലാൻ ചെയ്തിട്ട് വരാൻ പറ്റാത്തവരുണ്ട്. പിന്നെ 2-3 പ്രാവശ്യമൊക്കെ ആകുമ്പോൾ പിന്നെ ഞാൻ അവരെ വിളിക്കില്ല. എന്ന് വെച്ചാൽ ഭഗവാന് ഇഷ്ടമില്ല. അതാണ് അതിൻ്റെ പരമസത്യം. ഭഗവാന് ഇഷ്ടമില്ലാതെ ഞാൻ പിന്നെ അവരെ പിന്നെയും വിളിച്ച് എന്തെങ്കിലും കാരണത്താൽ മുടക്കിക്കളയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞ ഞാൻ സാറിനെ ഇതൊക്കെ ആണെങ്കിലും നമ്മൾ കണ്ടോ സംസാരിച്ചിട്ടോ ഇല്ല, പക്ഷെ കണ്ട ഓർമ്മയുണ്ട്, എവിടെയെങ്കിലും വെച്ചായിരിക്കും. നമ്മൾ രണ്ടുപേരും തിരുവനന്തപുരത്ത് താമസിക്കണോണ്ടായിരിക്കും. എന്നല്ലാതെ സാറിനെ ഇന്ന് ഒരു തടസ്സവും ഇല്ലാതെ ഭഗവാൻ കൊണ്ടെത്തിച്ചു. ഒരു കാര്യം കൂടി പറയണം. പ്രധാനമായിട്ടും സാറിൻ്റെ ഈ ഭഗവാന്റെ ഈ ചാനലിലൂടെ മത്സ്യമാംസാദികൾ ഞങ്ങൾ 3 പേരും കുടുംബസഹിതം അത് നിർത്തലാക്കിയതും സാറിൻ്റെ ഈ ചാനലിലൂടെയാണ്. 3 വർഷം മുമ്പ് തൊട്ട് നമ്മളത് നിർത്തി കഴിഞ്ഞു. അതും സാറിൻ്റെ ആ ചാനലിലൂടെ നമുക്ക് കിട്ടിയ ഒരു എന്താ പറയുക, ഒരു ദർശനമാണ്. നമ്മൾ ഇതിൽ നിന്ന് മനസ്സുകൊണ്ട് നിർബന്ധപൂർവ്വം മാറ്റിയതല്ല, ഒരു ജീവിത ദർശനം. ആ ദർശനത്തിൻ്റെ പുറത്ത് അത്തരം ആഹാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിച്ചിട്ടുണ്ട്. സാറിൻ്റെ ചാനൽ വഴി സാർ മത്സ്യമാംസാദികൾ നിർബന്ധമായും കഴിക്കരുത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. ഭഗവാൻ മത്സ്യമാംസാദികളൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഒന്നും. പക്ഷേ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവികൾക്കും ജീവിക്കാൻ അധികാരമുണ്ട്. എല്ലാം പ്രപഞ്ച മാതാവിൻ്റെ മക്കളാണ്. അപ്പോൾ നമുക്ക് പിന്നെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ് സാർ, നമ്മൾ കൊച്ചിലെ കഴിച്ചു വന്ന ചില രീതികളിൽ നിന്ന് പെട്ടെന്ന് മാറാൻ പറ്റാതെ വരും. അപ്പോൾ എന്ത് ചെയ്യും, ആരുടെയെങ്കിലും പ്രേരണയാൽ മാറുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം കിടക്കും. അപ്പം എപ്പോഴും ഭഗവാൻ എപ്പോഴും പറയുന്നത് എന്താണ്, ആഗ്രഹം അങ്ങ് തീരുന്നവരെ എന്ത് കാര്യം, കള്ളു കുടിക്കണമെങ്കിൽ ഒരിടത്ത് ഇരുന്നങ്ങ് കുടിച്ച് ആഗ്രഹം മതിയെന്ന് തോന്നുന്നവരെ കുടിച്ചങ്ങ് തീർത്തോളണം. സ്വാമി സമാജത്തിൽ എന്ന് പറയും, എനിക്ക് കള്ളു കുടിച്ചേ തീരും. എന്നും കുടിക്കാൻ നിൽക്കല്ലേ, ഒരു ദിവസം ഇരുന്ന് 2 ദിവസം ലീവ് എടുത്തിരുന്ന് കുറേ കുപ്പി വാങ്ങിച്ച് മുറിക്കകത്ത് വെച്ച് കുടിച്ചങ്ങ് തീർത്ത് മതിയായിക്കൊള്ളണം. പിന്നെ ആളുകൾക്ക് ശല്യം ഉണ്ടാക്കരുത്. അപ്പോൾ എന്ത് കാര്യവും ചെയ്യണം, അങ്ങനെ ചെയ്തേ തീരുവുള്ളൂവെങ്കിൽ ചെയ്തിട്ട് മതിയാക്കണം, നിർത്തണം. അത് ചെയ്ത് മതിയായിക്കൊള്ളണം, അല്ലാതെ പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണില്ല. അപ്പോൾ അതിന് സാറിന് സമയമായതുകൊണ്ട് അതിനൊരു നിമിത്തമായി, അത്രയേ ഉള്ളൂ, അത് നിമിത്തമായിരുന്നു. അപ്പം നമുക്ക് ഇത്രയും സമയം ഭഗവാന്റെ ചാനലിൽ വന്ന് ഭഗവാന്റെ കാര്യങ്ങൾ, അതും പഴയ കാര്യങ്ങൾ പറയാനും ഒക്കെ മനസ്സ് കാണിച്ച സാറിനും സാറിൻ്റെ കുടുംബത്തിനും ഒരു മോനുണ്ട്. അവനും വളരെ മിടുക്കനായിട്ട് സർവ്വ ഐശ്വര്യപ്രദമായി എല്ലാ വിദ്യാസമ്പന്നനായി വിദ്യ കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ വിദ്യയാണ് ധനം. അപ്പോൾ അവൻ നല്ല വിദ്യാസമ്പന്നമുള്ള ആളെ അറിവിൻ്റെ ഉറവിടമായി ഭഗവാൻ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എനിക്കും ഈ ചാനലിൽ ഭഗവാനെക്കുറിച്ചുള്ള ഒരു ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഒരു അവസരം തന്ന ജയനാരായണൻജി സാറിന് അതിയായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. സാർ, ഭഗവാനെ